ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപഴം കൊണ്ട് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചൂടിനും നോമ്പിനും മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി, നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി തിളച്ച് വന്ന വെള്ളത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സേമിയാണിത്. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് വറുത്ത സേമിയാണ്. വറുത്ത സേമിയ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടി 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും ഈ ഒരു സേമിയ ഈ ഒരു കടായിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അങ്ങ് കട്ടയായി പോവും. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതിൽ 6 ചെറുപഴം അരച്ചെടുക്കുകയും ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ ഡ്രിങ്ക് വേണ്ടത് അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 ചെറുപഴം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വലിയ 1.5 തേങ്ങയുടെ പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവ് 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് പാലായിട്ടാണ്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടിപ്പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും മധുരത്തിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാംഗോയുടെ ഫ്ലേവറാണ്. ഈ ഒരു ചെറുപഴത്തിൻ്റെ ഡ്രിങ്കിൽ നമ്മൾ മാംഗോയുടെ ഫ്ലേവർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങയുടെ ജ്യൂസിൽ നമ്മൾ പഴവുമായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും ചെറുപഴവും മാംഗോയുടെ ഈ ഒരു ഫ്ലേവറുമായിട്ട് നമ്മൾ ഇതുപോലൊരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കുന്നതിന്. ഇനി ഇതിലേക്കൊരു 60 ml പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായി വേവിച്ച് വെച്ചിരുന്ന ആ ഒരു സേമിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. ഇതിലേക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ടിയിലല്ല, കുറച്ചുകൂടി ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുപഴം കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ലൂസായിട്ടും അല്ല, എന്നാൽ നല്ല കട്ടിയിലും അല്ല, ഒരു ഇടത്തരം പരുവത്തിലാണിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തേങ്ങാപ്പാലിൽ മാത്രമല്ല നമുക്ക് പശുവിൻ പാലിലും ചെയ്തെടുക്കാം. എന്നാലും ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.